ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ലിക്വിഡിറ്റി. എന്താണ് ലിക്വിഡിറ്റി? അപ്പോൾ ICT മലയാളം ട്രേഡിംഗ് സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി. എന്താണ് ലിക്വിഡിറ്റി? ICT ട്രേഡിങ്ങിൻ്റെ ഒരു ബ്ലഡ് എന്ന് പറയുന്നത് തന്നെ ലിക്വിഡിറ്റിയാണ്, ലിക്വിഡിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി കോൺസെപ്റ്റ്, എങ്ങനെയാണ് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം എല്ലാവർക്കും വെൽക്കം ടു T4T. ഓക്കെ, വാട്ട് ഈസ് ലിക്വിഡിറ്റി? ഓക്കെ, നമുക്ക് എന്താണ് ലിക്വിഡിറ്റി എന്നുള്ള ഡെഫിനിഷൻ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു പോവുക. എന്താണ് മീനിങ്, ഡെഫിനിഷൻ, പിന്നെ തിയറി, പ്രാക്ടിക്കൽ ലെവലിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. പ്രോപ്പറായിട്ടൊരു സ്ട്രക്ചർ ബേസിലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കാം വാട്ട് ഈസ് ലിക്വിഡിറ്റി. നമുക്ക് ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ലിക്വിഡിറ്റി സിംപ്ലി മീൻസ് മണി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി മീൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ മണി, കാശ്, അതാണ് ലിക്വിഡിറ്റി. ഓക്കെ, liquidity refers to the areas or levels in the market where there are significant orders, typically from institutional orders. These are often zones where the stop loss orders. The idea is that the market will seek out of these liquidity pools to fill the large orders. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ നോക്കണ്ട, ജസ്റ്റ് എന്താണ് നോക്കാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഉള്ള ഒരു ഏരിയനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, ലിക്വിഡിറ്റി ഏരിയാസ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്, ലിമിറ്റ് ഓർഡേഴ്സ്, ഈ ഓർഡേഴ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ. ഓക്കെ, ഈ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് അതേപോലെ ലിമിറ്റ് ഓർഡേഴ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ, ആ ഒരു ഏരിയനെയാണ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത്. ദ ഐഡിയ ദാറ്റ് ദ മാർക്കറ്റ് വിൽ സീക്ക് ഔട്ട് ഓഫ് ദ ലിക്വിഡിറ്റി പൂൾസ് ടു ഫിൽ ലാർജ് ഓർഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു ലാർജ് ഓർഡേഴ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലിക്വിഡിറ്റി ഏരിയാസ് ആയിട്ടുള്ള സോണിലേക്ക് മാർക്കറ്റ് വരും. ഓക്കെ, ഇതാണ് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് എന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ വൈസ് പറയണം. ഓക്കെ, നമുക്ക് നോക്കാം. ലിക്വിഡിറ്റി നമ്മൾ പറഞ്ഞു, ലിക്വിഡിറ്റി സിംപ്ലി മീൻസ് മണി, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഈസ് ഈക്വൽ ടു മണി. ഓക്കെ, എന്താണ് ലിക്വിഡിറ്റി? സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്, ലിമിറ്റ് ഓർഡേഴ്സ് ആർ ദ ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്, ലിമിറ്റ് ഓർഡേഴ്സ്. ഓക്കെ, രണ്ട് തരത്തിലാണ് ഓർഡേഴ്സ് ഉള്ളത്, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്, ലിമിറ്റ് ഓർഡേഴ്സ്. ഇതിൽ ഈ രണ്ട് ഓർഡേഴ്സ്, ഓക്കെ, ഈ രണ്ട് ഓർഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്ലൈഡിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നതെന്ന് വെച്ചാൽ ഒരു ബയ്യിങ് പൊസിഷനും ഒരു സെല്ലിങ് പൊസിഷനും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് ഫസ്റ്റ് ഇമേജ്, ഇത് സെക്കൻഡ് ഇമേജ്, രണ്ടായിട്ട് നോക്കുക. ഈ ഫസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബൈ എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ റിസ്ക് റിവാർഡ് നോക്കിയതാണ്. ഓക്കെ, റിസ്ക് റിവാർഡ് ബേസ് നമ്മളൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇമേജിൽ എന്താണ്? ഇവിടെ നമ്മളൊരു സെല്ലിങ് പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെന്താണ്? ഒരു ബൈയിങ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? നമ്മൾ ഇവിടെ ഒരു സെൽ എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ ഫോട്ടോയിൽ കാണുന്നതിൽ എൻട്രി എന്താണ്? ബൈ ആണ്. രണ്ടാമത്തേൽ എൻട്രി എന്ന് പറയുന്നത് സെല്ലാണ്. ഓക്കെ, ഒരു ഡൗട്ടും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഇതിൽ ബൈ ആണ്, സെക്കൻഡിൽ സെല്ലാണ് എൻട്രി. ഇൻ കേസ് ഇനി നമ്മൾ ഇവിടെ ഒരു ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണ്? ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് എന്താണ്? SL ഏരിയ ആണ്. ഈ ഒരു ലെവലിൽ എന്താണ് നമ്മളുടെ ഉള്ളത്? SL ആണ്. അപ്പോൾ ബൈ ചെയ്ത ഒരാൾ, ഞാൻ ബൈ ചെയ്താണെങ്കിൽ എൻ്റെ SL എന്താണ്? സെല്ല്. ഓക്കെ, സെല്ല്. നമ്മൾ ബ്രോക്കറോട് പറയാണ്, ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോകുന്നു, സന്തോഷം. ഇൻ കേസ് തിരിച്ച് അൺസർട്ടൺ ആയിട്ട് മാർക്കറ്റ് താഴേക്ക് പോയിട്ട് ഈ ഒരു ലെവലിൻ്റെ താഴേക്ക് പോയാൽ ഓട്ടോമാറ്റിക്കലി ഈ ഞാൻ എടുത്ത ഈ ബൈയിങ് ചെയ്ത ഈ കോൺട്രാക്റ്റ് സെല്ല് ചെയ്തോളൂ എന്ന് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ആർക്ക്? ബ്രോക്കറിന്. അപ്പം ഇവിടെ ബൈ ചെയ്തുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് എന്താണ്? എൻ്റെ സെൽ ഓർഡർ ആണുള്ളത്. ഓക്കെ, സെൽ ഓർഡർ. അപ്പോൾ ബൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ബൈ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ലോ എന്നായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ SL, കൂടുതൽ ആളുകളും SL വെക്കാൻ ചാൻസ് ഉള്ള ഏരിയകൾ എന്തൊക്കെയാണ്? ഒരു ലോ, സ്വിങ് ലോ, അതുപോലെ സപ്പോർട്ട്. ഇത്തരം കാര്യങ്ങൾക്ക് താഴെയല്ലേ നമ്മൾ കൂടുതലും SL കൊടുക്കുക. ഇപ്പം ഇൻ കേസ് ഈ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് SL വന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ മേ ബി ഇതിൻ്റെ ലോ, അതിൻ്റെ താഴെയല്ല നമ്മൾ SL കൊടുക്കുക.
അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ എല്ലാ ലോകൾ, ഈ ലോൻ്റെ താഴെ, ഈ സ്വിംഗ് ലോൻ്റെ താഴെ, ഈ സപ്പോർട്ടിൻ്റെ താഴെയൊക്കെ എന്തുണ്ട്? സെൽ ഓർഡേഴ്സ് ഉണ്ട്. ആ സെൽ ഓർഡേഴ്സ് എന്താണ്? ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിട്ടുള്ള സെൽ ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം നിങ്ങൾ വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. ഇനി സെക്കൻഡ് നോക്കാം. സെക്കൻഡ് നോക്കുന്നതിന് മുന്നേ ഒന്ന് റൈസ് ചെയ്താlte ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇമേജിൽ നമ്മൾ എന്താണ് ഇവിടെ വെച്ച് സെല്ലാണ് ചെയ്തത്. ഓക്കെ, സെല്ലാണ് ചെയ്തത്. എന്താണ് സെല്ല് ചെയ്യുമ്പോൾ എപ്പോഴും എവിടുന്നായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുക? ഹൈ പ്രൈസിനായിരിക്കും നമ്മൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഉയർന്ന ഏരിയയിലായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുക. അപ്പം ഇവിടെ വെച്ച് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ എക്സിറ്റ് ഓർഡർ എന്ന് വെച്ചാൽ ഈ ഒരു ലെവലിൽ എന്ത് ഓർഡർ ആയിരിക്കും? സെല്ല് ചെയ്ത ആളുടെ SL എന്തായിരിക്കും? ബൈ ഓർഡർ. ഓക്കെ, ഇവിടെ നിന്ന് പ്രൈസ് താഴേക്ക് പോകുന്നു, സന്തോഷം. ഇൻ കേസ് അൺസർട്ടൺ ആയിട്ട് മാർക്കറ്റ് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ ബ്രോക്കർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, സാറേ ഈ ലെവലിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ സെല്ല് ബൈ ആയിക്കോട്ടെ, ഞാൻ മാർക്കറ്റിൽ നിന്ന് മാറുന്നു. ഓക്കെ, അപ്പം കൂടുതലും SL വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ഹൈയിൽ, അതുപോലെ സ്വിങ് ഹൈയിൽ, അതുപോലെ റെസിസ്റ്റൻസിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും എന്ത്? ബൈ ഓർഡേഴ്സ് ഉണ്ടാവുക. ഇൻ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളുടെ SL എപ്പോഴും എവിടെ ആയിരിക്കും? ചിലപ്പം ഈ ഒരു ഹൈൻ്റെ മുകളിൽ, ചിലപ്പോൾ ഈ ഹൈൻ്റെ മുകളിൽ വെക്കാനേ എൻ്റെ കയ്യിൽ ക്യാഷ് ഉള്ളൂ. എൻ്റെ കയ്യിൽ കുറച്ചുകൂടി ക്യാഷ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? SL കുറച്ചുകൂടി നീട്ടി ഈ കയ്യിലേക്ക് വെക്കും SL. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും? SL എവിടെയായിരിക്കും ഉണ്ടാവുക? ഒന്നെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു സ്വിങ് ഹൈൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു നോർമൽ ഹൈ, ഒരു ഈക്വൽ ഹൈൻ്റെ മുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, കൂടുതൽ സെൽ ഓർഡേഴ്സ് എവിടെയായിരിക്കും ഉണ്ടാവുക? സെൽ ഓർഡേഴ്സ് താഴെയാണ് ഉണ്ടാവുക. ഓക്കെ, ലോയിലായിരിക്കും സെൽ ഓർഡേഴ്സ് ഉണ്ടാവുക. കാരണം എന്താണ്? ലോയിൽ വെച്ചിട്ടാണ് നമ്മൾ ബൈ ചെയ്യുക. നമ്മളുടെ SL എന്താണ്? സെല്ലാണ്. അതുകൊണ്ട് തന്നെ ലോയിലായിരിക്കും സെൽ ഓർഡേഴ്സ് ഉണ്ടാവുക. അതേപോലെ ബൈൻ്റെ നോക്കുക നിങ്ങൾ, ബൈ ഓർഡേഴ്സ് എവിടെയായിരിക്കും ഉണ്ടാവുക? ബൈ ഓർഡേഴ്സ് ലിക്വിഡിറ്റി, ബൈ ഓർഡേഴ്സിൻ്റെ ലിക്വിഡിറ്റി എവിടെയാണ് ഉണ്ടാവുക? ഹൈയിലാണ് ഉണ്ടാവുക. കാരണം ഹൈയിൽ വെച്ചിട്ട് സെല്ല് ചെയ്യുന്ന ഒരാളുടെ SL ആയിരിക്കും ബൈ. ഓക്കെ, അപ്പം എന്താണ്? ലോയിലായിരിക്കും സെൽ ഓർഡേഴ്സ് ഉണ്ടാവുക, ഹൈയിലായിരിക്കും ബൈ ഓർഡേഴ്സ് ഉണ്ടാവുക. ബൈ ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ വേറെ രീതി ചിന്തിച്ചു പോയത്, ലോയിൽ വരുമ്പോൾ സെല്ല് ചെയ്യണം, ഹൈയിൽ വരുമ്പോൾ ബൈ ചെയ്യണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. ലോയിൽ വരുമ്പം നമ്മൾ ബൈ ചെയ്യണം. ബൈ ചെയ്യുന്ന ആളെ സ്റ്റോപ്പ് ലോസ് ആണ് സെൽ ഓർഡർ. ഹൈയിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? സെല്ല് ചെയ്യണം. സെല്ല് ചെയ്ത ആളെ സ്റ്റോപ്പ് ലോസ് ആണ് ബൈ. ഇതെന്താണ്? സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് ലോയിലും ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് ഹൈയിലും ഉള്ളത്. ഓക്കെ, ഇത് മനസ്സിലാക്കുക. ഒന്നുപാടി മനസ്സിലാവാത്തവർ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ, അപ്പം നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ലിക്വിഡിറ്റീനെ അഗൈൻ ക്ലാസിഫൈ ചെയ്യാണ്. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, ലിക്വിഡിറ്റി 2 തരത്തിലാണ് ലിക്വിഡിറ്റി മാർക്കറ്റിലുള്ളത്. എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയും ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കറക്റ്റ് എന്താണ് ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സും സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ്, അല്ലെങ്കിൽ ഇതിനെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റിന്ന് നമുക്ക് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പെട്ടെന്ന് മനസ്സിലായല്ലോ. ഇൻ കേസ് ഞാൻ ലിക്വിഡിറ്റീൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നേരെ ലിക്വിഡിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഗ്രാസ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഓക്കെ, അഗൈൻ രണ്ടാമത്തെ എന്താണ്? ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി PDRIസിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്. ഇതിനെക്കുറിച്ച് ഞാൻ ഇനി പറയില്ല. കാരണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റിൽ 3 വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അറിയാത്ത ആളാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് പോയി കാണുക, എന്നിട്ട് തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് അഗൈൻ പറയാം, ലിക്വിഡിറ്റീനെ 2ആയി തിരിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, അതിൽ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുപോലെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റീനെ FEG, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക് എന്നാക്കി തിരിച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇന്റേണൽ റേഞ്ച്, ഇനി മറക്കരുത്, ലിക്വിഡിറ്റീനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി രണ്ടെണ്ണം ഉണ്ട്: ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മൂന്നെണ്ണം ഉണ്ട്: ഫെയർ വാല്യൂ, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീനെ ആദ്യം നമുക്ക് എന്താണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നോക്കാം. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും ഒക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളത് ബൈ സൈഡ് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്നും പറയും. പക്ഷേ കോമൺ ആയിട്ട് BSL എന്നാണ് പറയുക. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഇന്നർ സർക്കിൾ ട്രേഡർ ICT, ദ വോളിയം ഓഫ് പെൻഡിങ് ബൈ ഓർഡേഴ്സ്, അതാണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. എന്താണ് ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? പെൻഡിങ് ബൈ ഓർഡേഴ്സ്, പെൻഡിങ് ആയി കിടക്കുന്ന ബൈ ഓർഡേഴ്സ് ഉള്ള ഏരിയനെയാണ് ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഒന്നുകൂടി പറയാണ്, ബൈ സൈഡ് ലിക്വിഡിറ്റി പറഞ്ഞാൽ ഈസ് ദ വോളിയം ഓഫ് പെൻഡിങ് ബൈ ഓർഡേഴ്സ്. ബൈ ഓർഡേഴ്സ് പെൻഡിങ് ആയി കിടക്കുന്നത് എവിടെയായിരിക്കും? പെൻഡിങ് ബൈ ഓർഡേഴ്സ് കിടക്കുന്ന സ്ഥലം എവിടെയായിരിക്കും? ഹൈയിലായിരിക്കും. ഹൈസ്, സ്വിങ് ഹൈസ്, റെസിസ്റ്റൻസ്. കാരണം എന്താണ്? പെൻഡിങ് ബൈ ഓർഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സെല്ല് ചെയ്ത ആളുടെ SL ആണ് ബൈ, അതാണ് ബൈ ഓർഡേഴ്സ്. ഓക്കെ, ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ദ വോളിയം ഓഫ് പെൻഡിങ് ബൈ ഓർഡേഴ്സ്. പെൻഡിങ് ആയി കിടക്കുന്ന ബൈ ഓർഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സെല്ല് ചെയ്ത ആളുടെ ഓർഡർ ആയിരിക്കുമല്ലോ ബൈ. സെൽ ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ബൈ. ഓക്കെ, അപ്പം എവിടെയായിരിക്കും? ഹൈസിലായിരിക്കും ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് ഉണ്ടാവുക, ഹൈൻ്റെ ഉള്ളിൽ. ഇനി വേണേൽ ഒന്നുകൂടി പറഞ്ഞു തരാം. ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഇന്നർ സർക്കിൾ ട്രേഡർ ദ വോളിയം ഓഫ് പെൻഡിങ് ബൈ ഓർഡേഴ്സ്. ബൈ ഓർഡേഴ്സ് എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക? ബൈ സ്റ്റോപ്സ്. ബൈ സ്റ്റോപ്സ് എന്ന് പറയുന്നത് ഒരിക്കലും താഴെയല്ല. ഇത് നമ്മൾ എൻട്രി എടുക്കുന്നതാണ് ബൈ. ഓക്കെ, ഇത് ആ രീതിയല്ല. പെൻഡിങ് ബൈ ഓർഡേഴ്സ് പെൻഡിങ് ആയി കിടക്കുന്നത് എന്താണ്? സെല്ല് ചെയ്ത ഒരാളുടെ SL എന്തായിരിക്കും? ബൈ ആണ്. അപ്പം ബൈ ഓർഡർ പെൻഡിങ് ആയി കിടക്കുന്നത് എപ്പോഴും സെല്ല് ചെയ്ത ആളുടെ എൻട്രിക്ക് മുകളിലായിരിക്കും. അപ്പോൾ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും ബൈ സൈഡ് ലിക്വിഡിറ്റി? ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ SL എവിടെയായിരിക്കും? ഇതിൻ്റെ മുകളിൽ. ഇവിടെ എന്തുണ്ട്? ബൈ ഓർഡർ ഉണ്ട്. അതുപോലെ മാസീവായിട്ട് ഒരു സെല്ലിങ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ബൈ ഓർഡർ എവിടെയാണുള്ളത്? മുകളിൽ, ഇതിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ പിന്നെ ഒരു സെല്ലിങ് വന്നത് ഇവിടെയാണ് സെല്ലിങ് വന്നത്. അപ്പം ബൈ സ്റ്റോപ്പ് ഇവിടെ ഉണ്ടാവും, ഇതിൻ്റെ മുകളിൽ. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും സെല്ലിങ് വന്നിട്ടുണ്ട്. അപ്പം ബൈ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ബൈ ഓർഡേഴ്സ് എവിടെയാണുള്ളത്? ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലൈൻ ഇട്ടിട്ട് പറഞ്ഞത് ഈ ഒരു ഏരിയ മുഴുവനായിട്ട് ബൈ സ്റ്റോപ്പ് ഏരിയ ആണ് എന്ന് വെച്ചാൽ സെല്ല് ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എന്തിൻ്റെ മുകളിലുണ്ട്? ഇവിടെയൊക്കെ സെല്ല് ചെയ്ത ആളെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ മുകളിൽ കുമിഞ്ഞു കൂടി കിടക്കുന്നുണ്ട്. ഇതിനെയാണ് ലിക്വിഡിറ്റി പൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി പൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞു? ഇവിടെ ഒരു സെൽ എൻട്രി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വെച്ച് സെല്ല് ചെയ്ത ആളുടെ SL എവിടെയായിരിക്കും? ഇതിൻ്റെ മുകളിൽ. ഇവിടെ വെച്ച് സെല്ല് ചെയ്ത ആളുടെ SL എവിടെയായിരിക്കും? ഇതിന് മുകളിൽ. അതുപോലെ തന്നെ ഇവിടെ വെച്ച് സെല്ല് ചെയ്ത ആളുടെ SL എവിടെയായിരിക്കും? ഇതിന് മുകളിൽ. ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ, ചിലപ്പം ഇതിന് മുകളിൽ. അതുപോലെ തന്നെ ഇവിടെ വെച്ച് സെല്ല് ചെയ്ത ആളുടെ SL എവിടെയായിരിക്കും? ഇതിന് മുകളിൽ. അപ്പോൾ ഈ ഒരു ഏരിയ മുഴുവൻ എന്താണ്? ബൈ ഓർഡേഴ്സ് ആണ്. കാരണം സെല്ല് ചെയ്ത ആളുടെ SL എന്ന് പറയുന്നത് എന്താണ്? ബൈ ആണ്. അതുകൊണ്ട് ബൈ സ്റ്റോപ്പ് എപ്പോഴും എവിടെയായിരിക്കും? ഇവിടെയാണ് BSL, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇതിൻ്റെ മുകളിലായിരിക്കും. ഓക്കെ, താഴെ എഴുതിയാൽ നോക്കാം. സെല്ലേഴ്സ് സെൽ അറ്റ് ഹൈസ്. ഓക്കെ, സെല്ലേഴ്സ് സെല്ല് ചെയ്യുന്നത് എപ്പോഴും എവിടെയായിരിക്കും? ഹൈയിലായിരിക്കും. SL ആർ ഇൻ ദ ഹൈസ്. SL എപ്പോഴും ആ ഹൈൻ്റെ മുകളിലായിരിക്കും. SL എന്താണ്? ബൈ ആയിരിക്കും അവരുടെ SL. അതുകൊണ്ട് തന്നെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എപ്പോഴും എവിടെയായിരിക്കും? മുകളിലായിരിക്കും. അപ്പോൾ ബൈ ഈസ് ദെയർ SL. അപ്പോൾ എന്തായിരിക്കും? ഹൈൻ്റെ മുകളിലായിരിക്കും. BSL ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മുകളിലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. ലാസ്റ്റ് സ്ലൈഡിലേക്ക് നോക്കും നിങ്ങൾ. ഇവിടെ എൻട്രി എടുത്തു, ഇവരൊക്കെ സ്റ്റോപ്പ് ലോസ് എന്താണ്? ഈ ഒരു ഏരിയയിലാണ് സ്റ്റോപ്പ് ലോസ് ഉള്ളത്. അതുകൊണ്ടാണ് BSL
എന്ന് പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എപ്പോഴും എവിടെയായിരിക്കും? ഒരു ഹൈയിൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്വിങ് ഹൈൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലായിരിക്കും. ഇനി മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. സെല്ല് ചെയ്യുക എപ്പോഴും എവിടെയായിരിക്കും? ഹൈ മുകളിൽ നിന്നായിരിക്കും എസ് എല്ല് ചെയ്യുക. നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? സെല്ല് ചെയ്ത ഒരാൾ എസ് എല്ല് വെക്കേണ്ടത് എപ്പോഴും എവിടെയാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. യൂട്യൂബ് ഗുരുക്കന്മാരൊക്കെ കൂടുതലും നമ്മളെ പഠിപ്പിച്ചത് എവിടെ വെച്ചിട്ടാണ്? ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈയിൻ്റെ മുകളിൽ വെക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വിങ് ഹൈൻ്റെ മുകളിൽ വെക്കുക, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു മൂവിങ് ആവറേജ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വെക്കുക, ഒരു പിവറ്റ് ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെക്കുക, പിന്നെന്താണ് ഒരു ATR ലെവൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെക്കുക, CPR ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെക്കുക, പിന്നെന്താണ് ബോളിഞ്ചർ ബാൻഡ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ബാൻഡിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക, പിന്നെന്താണ് എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ മുകളിൽ കൊണ്ടുപോയി വെക്കുന്നതൊക്കെ എന്താണ്? ബൈ സ്റ്റോപ്പ്. അതുകൊണ്ട് തന്നെ ബൈ സ്റ്റോപ്പ് മുകളിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ ഒരു പിക്ചർ നോക്കുക. ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ബൈ സ്റ്റോപ്സ്. ഓക്കെ, എന്താണ് ബൈ സ്റ്റോപ്സ്? റെസ്റ്റിംഗ് അബോവ് ദ ഓൾഡ് ഹൈസ്. ഓൾഡ് ഹൈൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ സെല്ല് ചെയ്ത ആളുടെ SL ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും, അതുപോലെ ഇവിടെ സെല്ല് ചെയ്ത ആളുടെ SL ഇവിടെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്താണ് പറയുന്നത്? ഫസ്റ്റ് ടാപ്പ് സെക്കൻഡ് ടാപ്പ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പം റെസിസ്റ്റൻസിൽ എത്തുന്ന സമയത്ത് എന്താണ്? നമ്മൾ സെല്ല് ചെയ്യണം. ഓക്കെ, നമ്മൾ ICT ലെവലിൽ നോക്കുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ സെല്ല് ചെയ്ത ആളുകളുടെ SL എപ്പോഴും എന്തായിരിക്കും? ഈ ഓൾഡ് ഹൈസിൻ്റെ മുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് മാർക്കറ്റ് വരുന്ന സമയത്ത് ഇതുണ്ടല്ലേ, ലിക്വിഡിറ്റി ഹണ്ട്. ലിക്വിഡിറ്റി ഹണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് ഉണ്ട്, മുകളിൽ എന്താണ്? ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സെല്ല് ചെയ്യണമെങ്കിൽ അവരുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. അവർക്കൊരു 1 lakh സെല്ല് ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഇങ്ങോട്ട് നോക്കുക, 1 lakh ബൈ ഓർഡേഴ്സ് വേണം. അവിടെ പോവുക ഒരു 1 lakh ബൈ ഓർഡേഴ്സിന്. നമ്മളെ കൊണ്ടൊക്കെ ബൈ ചെയ്യിപ്പിക്കാൻ കഴിയുമോ അവർക്ക്? കഴിയില്ല. പക്ഷെ എന്താ, നമുക്കൊന്ന് ഓപ്പോസിറ്റ് ചിന്തിച്ച് നോക്കാം. നമ്മളുടെയൊക്കെ ബൈ ഓർഡേഴ്സ് എവിടെയാണ് ഉണ്ടാവുക? നമ്മളുടെ ബൈ ഓർഡേഴ്സ് എവിടെയാണ് ഉണ്ടാവുക? ഓൾഡ് ഹൈ. അപ്പോൾ അവർക്കറിയാം 1,00,000 സെല്ല് അവർക്ക് ചെയ്യണമെങ്കിൽ 1,00,000 ബൈ വേണം. ആ 1,00,000 ബൈ അല്ലെങ്കിൽ 1,00,000-ൻ്റെ മുകളിൽ ബൈ ഉണ്ടാവുക എവിടെയാണ്? ഒരു റെസിസ്റ്റൻസ്. കൂടുതൽ ടാപ്പ് കിട്ടിയ സ്ഥലം നമ്മളെന്താണ്? റെസിസ്റ്റൻസ് ആയിട്ടല്ല കണക്കാക്കുക. അതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുമെന്ന് അവർക്കറിയാം. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് മുകളിൽ പോവും. ഇവിടെയുള്ള ഓർഡേഴ്സ്, ഇവിടെയുള്ള ബൈ ഓർഡേഴ്സ് മുഴുവൻ കളക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അവർക്ക് സെല്ല് ചെയ്യാനുള്ള ബൈ ഓർഡേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ സെല്ലങ്ങ് ചെയ്യും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് അറിയാത്ത ആൾക്ക് ഒന്നുകൂടി പറയാണ്, ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്. ഇതിലെ ഫസ്റ്റ് കാര്യമാണ് ബൈ സ്റ്റോപ്പ് ഏരിയ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഫോളോയിങ് ദ പെൻഡിങ് ബൈ ഓർഡേഴ്സ് ആണ് പെൻഡിങ് ബൈ ഓർഡേഴ്സ് എന്ന് വെച്ചാൽ ബൈ സ്റ്റോപ്സ് ആണ് ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ്. അതുപോലെ തന്നെ നമ്മൾ അഗൈൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇവിടെ സെല്ല് ചെയ്ത ആൾ, ഇവിടെ സെല്ല് ചെയ്ത ആൾ, ഇവിടെ സെല്ല് ചെയ്ത ആൾ, ഇവിടെ സെല്ല് ചെയ്ത ആൾ, ഇവരൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് ഉണ്ടാവുക? ഇതിന് മുകളിലാണ് ഇവരൊക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ബൈ സ്റ്റോപ്പ് ഏരിയ ഒരു ലിക്വിഡിറ്റി പൂളാണിത്. ബൈ സ്റ്റോപ്സ്, ഒരുപാട് ബൈ സ്റ്റോപ്പ് ഉള്ള ഒരു ഏരിയ, ഒരു ലിക്വിഡിറ്റി പൂളാണ് ഇത്. അതിനുശേഷം എന്താണ് പറഞ്ഞാൽ, നമ്മൾ ലിക്വിഡിറ്റി പൂൾ ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് കാണിച്ചു. അതിനുശേഷം എന്താണ് ബൈ സ്റ്റോപ്പ് ഏരിയ, ലിക്വിഡിറ്റി ഹണ്ട് എങ്ങനെയാണ് നടക്കുക എന്ന് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബൈ സ്റ്റോപ്പ് പറഞ്ഞ ഇതിക്ക് ഇനി സെൽ സ്റ്റോപ്പ് ഏരിയ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബൈ സ്റ്റോപ്പ് ഏരിയയിലേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഒന്നുകൂടി വീഡിയോ റിപ്ലൈ ചെയ്ത് കാണുക. അതിനുശേഷം മാത്രമേ സെൽ സ്റ്റോപ്പിലേക്ക് പോകാവൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സെൽ സൈഡ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. എന്താണ് SSL? ഒന്നും കൂടി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, ആസ് ഡിഫൈൻഡ് ബൈ ദ ഇന്നർ സർക്കിൾ ട്രേഡർ ICT. നമുക്കറിയാം അദ്ദേഹമാണ് ICTൻ്റെ ഡാഡി. ഓക്കെ, ICT refers to the accumulation of pending sell orders, particularly sell stop. ഡെഫിനേഷൻ നോക്കണ്ട, കൂടുതൽ സെൽ ഓർഡേഴ്സ് എവിടെയായിരിക്കും ഉണ്ടാവുക? കൂടുതൽ സെൽ ഓർഡേഴ്സ് ഉണ്ടാവുക എവിടെയാണ്? ഓക്കെ, അക്യുമുലേഷൻ ഓഫ് പെൻഡിങ് സെൽ ഓർഡേഴ്സ് കൂടുതൽ എവിടെയാണ് ഉണ്ടാവുക? പെർട്ടിക്കുലർലി സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ്. എപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ സെൽ ഓർഡേഴ്സ് ഉണ്ടാവുക എപ്പോഴും എവിടെയാണ്? താഴെ, ലോലാണ്. കാരണം നിങ്ങൾ നോക്കണം, ഈ ഒരു ലോലായിരിക്കും സെൽ സ്റ്റോപ്പ്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ നമ്മൾ ഫസ്റ്റ് ഒരു സ്ലൈഡിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇവിടെ ബൈ ചെയ്ത ഒരാളുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും SL എവിടെയായിരിക്കും? താഴെയാണ് ഉണ്ടാവുക. അപ്പോൾ സെൽ ഓർഡേഴ്സ് കൂടുതൽ എവിടെയായിരിക്കും ഉണ്ടാവുക?
എസ് സെൽ ഓർഡേഴ്സ് എപ്പോഴും എവിടെയായിരിക്കും ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് പറയാം. സെൽ ഓർഡേഴ്സ് കൂടുതൽ എവിടെയായിരിക്കും ഉണ്ടാവുക? സെൽ ഓർഡേഴ്സ് താഴെയാണ് സെൽ ഓർഡേഴ്സ്. കാരണം ഇവിടെ നിന്ന് ബൈ ചെയ്തു. ഓക്കെ, ഇവിടുന്ന് ബൈ ചെയ്ത ആളുടെ എസ് എൽ എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഇവിടെ നിന്ന് ബൈ ചെയ്തു, അയാളുടെ എസ് എൽ എവിടെയായിരിക്കും? താഴെ ഉണ്ടാവും. ഇവിടുന്ന് ബൈ ചെയ്തു, അയാളുടെ എസ് എൽ എവിടെയായിരിക്കും? ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് പോയാൽ എസ് എൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ എസ് എൽ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ ഇന്ന് താഴെ ആയിരിക്കും എസ് എൽ. ഓക്കെ, അതിനുശേഷം ഇവിടുന്ന് എഗെയിൻ ഒരു ഒരു ബൈയിങ് വന്നു, അതിൻ്റെ എസ് എൽ ഒഴിക്കും ഇവിടെ ആയിരിക്കും. അപ്പോൾ ബൈ ചെയ്ത ആൾക്കാരുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെല്ല്. അപ്പോൾ ആ സെല്ല് എവിടെയായിരിക്കും ഉണ്ടാവുക? ഈ ഒരു ഏരിയയിലായിരിക്കും കൂടുതൽ സെൽ ഓർഡേഴ്സ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സെൽ സൈഡ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, SSL. ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നൊരു ബൈയിങ് വന്നല്ലോ. ഇവിടെ ഉള്ള ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും കൂടുതൽ? അവർ ചിലപ്പം ഈ ഒരു ഇത് കണ്ടല്ലോ നിങ്ങൾ, ഈ ഒരു ലെവലിൻ്റെ താഴെയായിരിക്കും ചിലപ്പോൾ SL വെക്കുക. ഓക്കെ, ഇതാണ് ഒരു ഇത്. അതിനുശേഷം ഇവിടെ നിന്നൊരു ബൈ ചെയ്ത ഒരാളുടെ SL ചിലപ്പോൾ ഈ താഴെ ഉണ്ടാവും. അതിനുശേഷം എന്താണ്? ഇവിടെ നിന്നൊരു ബൈയിങ് നടന്നു, അവിടെ ആളുടെ SL ഇവിടെ ആയിരിക്കും. പിന്നെ നടന്ന ബൈയിങ് എന്ന് പറഞ്ഞാൽ മേജർ ബൈയിങ് ഇവിടെ നിന്ന് നടന്ന് ആളുടെ SL ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ നോർമലി ഇവിടെ ആയിരിക്കും SL. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന് ഇവിടുന്ന് വീണ്ടും പോയി. അപ്പോൾ ഇവിടുത്തെ SL എവിടെയായിരിക്കും? ഇതിലായിരിക്കും. ഇതിനെ എന്താണ് നമ്മളൊരു സപ്പോർട്ട് എന്ന് പറയും. അപ്പോൾ ബൈ ചെയ്യുന്നത് എപ്പോഴും എവിടുന്നായിരിക്കും? നമ്മൾ ഒരു ലോ ഒന്ന്, അല്ലെങ്കിൽ ഒരു സ്വിങ് ലോ ഒന്ന്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഒന്ന്, ഇവിടെയൊക്കെയല്ലേ നമ്മൾ ബൈ ചെയ്യുക? ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും കൂടുതൽ നമ്മൾ ബൈ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ SL ഒക്കെ എപ്പോഴായിരിക്കും? ലോൻ്റെ അടിയിൽ. അതുപോലെ സ്വിങ് ലോൻ്റെ അടിയിൽ. ഇത് SL അല്ല കേട്ടോ, സ്റ്റോപ്പ് ലോസ് അല്ല, സ്വിങ് ലോൻ്റെ ഷോർട്ട് ഫോം ആണ് SL. സ്വിങ് ലോൻ്റെ താഴെ അതുപോലെ SL, സപ്പോർട്ടിൻ്റെ താഴെ SL വെക്കുക. അപ്പോൾ ഈ ഈ ഈ കാര്യത്തിൻ്റെ ഒക്കെ താഴെ എന്തായിരിക്കും? സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ്, SSL, സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് കൂടുതൽ എവിടെയാണ്? താഴെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്ക് നിങ്ങൾ, ഇവിടുന്ന് ബൈ ഓർഡർ വന്നു, സെൽ ഓർഡർ ഇവിടെ, ഇവിടുന്ന് ബൈ ചെയ്തവൻ്റെ സെൽ ഓർഡർ ഇവിടെ, ഇവിടുന്ന് ബൈ ചെയ്തവൻ്റെ സെൽ ഓർഡർ ഇവിടെ, ഇവിടുന്ന് ബൈ ചെയ്തവൻ്റെ സെൽ ഓർഡർ ഇതിൻ്റെയൊക്കെ താഴെയായിട്ടുണ്ടാവും. ഇവിടുന്ന് ബൈ ചെയ്തവരൊക്കെ സെൽ ഇവിടെ ഉണ്ടാവും. അപ്പം ഒരു പെൻഡിങ് സെൽ ഓർഡേഴ്സ് കൂടുതൽ എവിടെയാണ് ഉണ്ടാവുക? ബൈ ചെയ്തതിൻ്റെ താഴെ. ഒന്ന് കുറച്ച് കോമൺ സെൻസ് ആലോചിച്ചാൽ പോരെ. ഒരാൾ ബൈ ചെയ്താൽ അവൻ്റെ എക്സിറ്റ് ഓർഡർ എന്തായിരിക്കും? സെല്ലായിരിക്കും. അതെവിടെയായിരിക്കും? ബൈ ചെയ്തതിൻ്റെ താഴെ ആയിരിക്കും. അപ്പോൾ താഴെയല്ല ഫുള്ള് സെൽ സ്റ്റോപ്പ്. അതുകൊണ്ട് SSL, സെൽ സ്റ്റോപ്പ് ഏരിയ, സെൽ സൈഡ് ലിക്വിഡിറ്റി ഒക്കെ അപ്പോൾ എവിടെയായിരിക്കും? താഴെ, ലോലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കും നിങ്ങൾ. സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് ഒക്കെ ഇതിന് താഴെ ഇല്ലേ? ഇൻ കേസ് മാർക്കറ്റിന് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 lakh ഓർഡേഴ്സ് ബൈ ചെയ്യണം. അവർക്ക് എന്ത് വേണം? 1 lakh ഓർഡേഴ്സ് ബൈ ചെയ്യണം. അപ്പോൾ എന്ത് വേണം? 1 lakh ഓർഡേഴ്സ് സെല്ല് ചെയ്യണം. സെല്ല് ചെയ്യാൻ ആളുണ്ടാവണം. ഓക്കെ, അപ്പോൾ അവരാലോചിക്കും ഏറ്റവും കൂടുതൽ സെൽ ഓർഡേഴ്സ് എവിടെയാണ് ഉണ്ടാവുക? ഓക്കെ, സിമ്പിളായിട്ട് താഴെ ആയിരിക്കും. കാരണം താഴെ നിന്ന് ബൈ ചെയ്യുന്ന ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് സ്വിങ് ലോൻ്റെ താഴെ, റെസിസ്റ്റൻസിൻ്റെ താഴെ, ഓൾഡ് ലോൻ്റെ താഴെ, വീക്ക് ലോൻ്റെ താഴെ, ഡെയിലി ലോൻ്റെ താഴെ, അങ്ങനെ എല്ലാ ലോൻ്റെ താഴെയും എന്തായിരിക്കും? കാരണം ആ ലോൻ്റെ താഴത്തു നിന്നാണ് അവൻ ബൈ ചെയ്യുക. അപ്പോൾ അവൻ്റെ SL അതിൻ്റെ താഴെയായിരിക്കും. ബൈ ചെയ്യുന്ന ആളെ സെൽ ഓർഡേഴ്സ് കിട്ടണമെങ്കിൽ എപ്പോഴും എവിടെയായിരിക്കും? താഴേന്ന്. അപ്പോൾ ഇത് നോക്കൂ നിങ്ങൾ, കളക്ട് ഓൾ ദ സെൽ ഓർഡേഴ്സ്. അവർക്ക് എന്തായി? ബൈ ചെയ്യാൻ 1 lakh സെൽ ഓർഡേഴ്സ് വേണമെന്നല്ല പറഞ്ഞാൽ ആ സെൽ ഓർഡേഴ്സ് ഒക്കെ കളക്ട് ചെയ്തു. പിന്നെ അവരുടെ പണി ചെയ്തു. കണ്ടില്ലേ മുകളിലേക്ക് പോയത്? ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്പ്. ഇതാണ് നമ്മൾ പറയുന്നത്, ഞാൻ ഒരു എൻട്രി എടുത്തു, ഞാൻ SL താഴെ വെച്ചു, എൻ്റെ എൻട്രിയിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്തു, കുറച്ച് മുകളിൽ പോയി എൻ്റെ SL അടിച്ച് തിരിച്ച് കയറി. ഇതിൻ്റെ കാരണം എന്താണ്? ലിക്വിഡിറ്റി ഹണ്ടാണ്. നിങ്ങൾ ലിക്വിഡിറ്റി ആയിപ്പോയി. ഓക്കെ, ലിക്വിഡിറ്റി ആയിപ്പോയി. ICTയിൽ എങ്ങനെയാണ്? SL അടിച്ച് കഴിഞ്ഞ് റീറ്റെയിലേഴ്സിൻ്റെ SL അടിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ എൻട്രി. അതിനുശേഷം നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മൾ SL വെക്കുക. അപ്പോൾ എന്താണ്? ഇവിടുത്തെ ലിക്വിഡിറ്റി ഓൾറെഡി എടുത്തു, ഇനി ഇവിടെ ലിക്വിഡിറ്റി ഇല്ല. ലിക്വിഡിറ്റി എടുക്കാനുള്ള ലിക്വിഡിറ്റി ഇല്ല. അതുകൊണ്ട് ആ ലിക്വിഡിറ്റി എടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ SL വെച്ചാൽ അടിക്കാൻ ചാൻസ് കുറവാണ്. കാരണം മാർക്കറ്റിന് ഇനി അങ്ങോട്ട് താഴത്തേക്ക് വന്നിട്ട് കാര്യമില്ല, അവിടുത്തെ ലിക്വിഡിറ്റി ഓൾറെഡി ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, അതാണ്. അപ്പോൾ അതാണ് ICTയും നോർമൽ ട്രേഡിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോവുകയാണെങ്കിൽ ജസ്റ്റ് ഇത്രയും നേരം പറഞ്ഞ സ്ഥിതി വെച്ചിട്ട് SSLഉം
ബി എസ് എല്ലും. ഇനി ആർക്കെങ്കിലും എസ് എസ് എല്ലും ബി എസ് എല്ലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നുകൂടി കാണുക. അതും കൂടി കണ്ടു കഴിഞ്ഞിട്ട് മനസ്സിലാവില്ലെങ്കിൽ ഇതിവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഹൈസ് ആർ ആൻഡ് ലോസ് ആർ ലിക്വിഡിറ്റി. ഒരു ഹൈയും ഒരു ലോയും എന്താണ്? ലിക്വിഡിറ്റിയാണ്. കാരണം ഹൈയിൻ്റെ മുകളിൽ എന്തുണ്ട്? ബൈ ഓർഡേഴ്സ് ഉണ്ട്, കാരണം ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ്. ലോൻ്റെ താഴെ എന്താണ്? സെൽ ഓർഡേഴ്സ് ഉണ്ട്, സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് ഉണ്ട്. ബൈ സ്റ്റോപ്സ് ആർ ദ ലിമിറ്റ് ഓർഡേഴ്സ് ടു സെൽ എൻട്രി. ഓക്കെ, ബൈ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ബൈ സ്റ്റോപ്സ് ആർ ദ ലിമിറ്റ് ഓർഡർ ഓഫ് സെൽ എൻട്രി. ഒരു സെല്ല് ചെയ്ത ആളുടെ എസ് എൽ ആയിരിക്കും ബൈ എൻട്രി. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഒരു ഒന്നുകൂടി ഒരു റിമൈൻഡറിന് വെച്ചാണ്. ബൈ സ്റ്റോപ്സ് ആർ ദ സ്വിംഗ് ഹൈസ് ആൻഡ് സ്വിംഗ് ലോ. ബൈ സ്റ്റോപ്സ് ആർ ഇൻ ദ സ്വിംഗ് ഹൈ ആൻഡ് ഈക്വൽ ഹൈസ്. ഓക്കെ, അപ്പം ബൈ സ്റ്റോപ്പ് എവിടെയാണ് ഉണ്ടാവുക? നമ്മൾ പറഞ്ഞാൽ ഹൈസ്. ഹൈ എന്തൊക്കെയാണ്? സ്വിംഗ് ഹൈ, ഈക്വൽ ഹൈ, റെസിസ്റ്റൻസ്, ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും. അത് സെൽ സ്റ്റോപ്സ് ആർ ദ ലിമിറ്റ് ഓർഡർ ഓഫ് ബൈ എൻട്രി. ഒരു ബൈ ചെയ്ത ആളുടെ എസ് എൽ എന്തായിരിക്കും? സെല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ സെൽ സ്റ്റോപ്പ് ആർ ദ സ്വിംഗ് ലോസ് ഈക്വൽ ഹൈ സ്റ്റോപ്പ് ലോസ്. സിമ്പിൾ. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക. ഞാൻ ജസ്റ്റ് ഒരു മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് വരച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം ഇതൊരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. എവിടെയൊക്കെയാണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും എവിടെയൊക്കെയാണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഉള്ളതെന്ന്. ഓക്കെ, ഒരു 10 സെക്കൻഡ് തരാം. ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഇത്രയും നേരെ ഇരുന്ന് കാണുന്ന ഒരാളാണെങ്കിൽ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ജസ്റ്റ് നിങ്ങൾ കണ്ണോടിച്ച് നോക്കുക എവിടെയൊക്കെയാണ് ബൈ സ്റ്റോപ്പിലും സെൽ സ്റ്റോപ്പും ഉള്ളത്. ഓക്കെ, ഒരു 10 സെക്കൻഡ്. ഓക്കെ, ജസ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൈസ് കയറുന്നത് ഇവിടെ വെച്ചിട്ടാണ് നോക്കുക. പ്രൈസ് കയറി ഇവിടെ എത്തി. ഇവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞത്? ഒരു സെൽ എൻട്രി നടന്ന്, അതുകൊണ്ടാണല്ലോ താഴേക്ക് വന്നത്. സെൽ എൻട്രി വന്നതുകൊണ്ട് തന്നെ ഈ ഹൈൻ്റെ മുകളിൽ എന്തായിരിക്കും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, അതിനുശേഷം ഈ ഒരു ലോയിലെത്തി മാർക്കറ്റ്. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നു. ഓക്കെ, അപ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ എന്താണ്? ഇവിടെ ആരൊക്കെയോ ബൈ ചെയ്തിട്ടുണ്ട്. ബൈ ചെയ്തിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ എന്തായിരിക്കും? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവും. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്ത്? ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് അപ്പോഴാണല്ലേ നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഹൈ പോയി, അവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് വന്നു. അപ്പോൾ വീണ്ടും ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി, ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, പിന്നെ മാർക്കറ്റ് താഴേക്ക് വന്ന് ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, ഇവിടുത്തെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിനെ എടുത്തു. അങ്ങനെ ഈ ഒരു ഏരിയയിൽ മുഴുവൻ സെല്ലിങ്ങും ഈ ഒരു ഏരിയയിൽ മുഴുവൻ ബൈയിങ്ങും വരുമ്പം എന്താണ്? ഇതൊരു റേഞ്ച് മാർക്കറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഇവിടെ ബൈ ഓർഡേഴ്സും ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ആവുന്നു. മാർക്കറ്റ് എന്ത് ചെയ്യും? സെൽ സ്റ്റോപ്പ് എടുക്കും. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ട് നേരെ മാർക്കറ്റ് മുകളിലേക്ക് ബൈ സ്റ്റോപ്പിലേക്ക് പോകും. അതിനുശേഷം വീണ്ടും ലെവലിൽ കാണിക്കുന്നു. വീണ്ടും ഇവിടെ റേഞ്ച് ബോണ്ട് ആകുമ്പോൾ ഇവിടെ എന്താവും? ഈ ഒരു ഹൈൻ്റെ മുകളിൽ എന്താവും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഇതിൻ്റെ താഴെ എന്താണ്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും വരും. പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും? സെൽ സ്റ്റോപ്പ് എടുത്ത് ബൈ സ്റ്റോപ്പ് പോകും. ഓക്കെ, വലുതായിട്ട് മനസ്സിലായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഈ ഹൈൻ്റെ മുകളിൽ എപ്പോഴും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്താണ്? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇതിൻ്റെ താഴെ എന്തായിരിക്കും? സെൽ സ്റ്റോപ്പ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്. ഈ സെൽ സ്റ്റോപ്പിലേക്ക് വന്നപ്പോൾ എന്തായത്? ഇവിടുത്തെ എല്ലാ സെൽ സ്റ്റോപ്പും എടുത്ത്. ഓക്കെ, ഇനി എങ്ങോട്ടാണ് മാർക്കറ്റ് പോകേണ്ടത്? സെൽ സ്റ്റോപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബൈ സ്റ്റോപ്പ് എടുക്കാൻ പോകും. ബൈ സ്റ്റോപ്പ് പോയി വീണ്ടും തിരിച്ചു പോകും. അപ്പോൾ ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സിമ്പിളായിട്ട് മനസ്സിലാവും. നിങ്ങൾ നോക്കുക. കണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ്. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ എന്താണ്? കൂടുതൽ ബൈയിങ് നടന്നു, സെല്ലിങ് നടന്നു, ബൈയിങ് നടന്നു, സെല്ലിങ് നടന്നു, ബൈയിങ് നടന്നു, സെല്ലിങ് നടന്നു, ബൈയിങ് നടന്നു. അപ്പോൾ എന്താണ്? ഇതൊരു സൈഡ് വേസ് മാർക്കറ്റാണ്. സൈഡ് വേസ് മാർക്കറ്റിൽ എന്തായിരിക്കും? മുകളിൽ റെസിസ്റ്റൻസും താഴെ സപ്പോർട്ടും ഫോം ആവും. റെസിസ്റ്റൻസിൻ്റെ മുകളിൽ എന്തുണ്ട്? ഇവനുണ്ട്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. സപ്പോർട്ടിൻ്റെ താഴെ ഇവളുണ്ട്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകണം. അതിനെന്താവും? സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്യും.
എന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും. അവിടെ എത്തിയിട്ട് വീണ്ടും സൈഡ് വേസ് വരും. മുകളിൽ ഇവനുണ്ട്, താഴെ ഇവളുണ്ട്. ഓക്കെ, മുകളിലേക്ക് പോകണമെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, ഇത് മനസ്സിലാവാത്ത ആളുകൾ ഒന്നുകൂടി ഇത് കാണുക, ഇത് കാണുക. അത് കണ്ടിട്ട് മനസ്സിലാവാത്ത ആൾക്കാർ ഒന്നുകൂടി ഇത് മുഴുവൻ നമ്മൾ ഇത്രയും സ്ലൈഡ് പറഞ്ഞ ഈ സ്ലൈഡെല്ലാം ഒന്നുകൂടി കാണുക. ഓക്കെ ഓക്കെ ഇനി നമ്മൾ ലോജിക് ബിഹൈൻഡ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ് നോക്കുന്നത്. അപ്പം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് BSL എന്ന് വെച്ചാൽ ലാർജ് ബൈ ഓർഡേഴ്സിനെയാണ് നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ലാർജ് ബൈ ഓർഡേഴ്സ് എവിടെയാണ് ഉണ്ടാവുക? സെല്ല് ചെയ്ത മാർക്കറ്റ് ഇവിടുന്ന് സെല്ല് ചെയ്ത ഒരാളുടെ SL ആയിരിക്കും ഇവിടെ എന്ത്? ബൈ. അതുകൊണ്ട് തന്നെ ബൈ സ്റ്റോപ്പ് ഏരിയാസ് ഹൈസിലായിരിക്കും ഉണ്ടാവുക. ഹൈസ്, സ്വിങ് ഹൈസ്, ഈക്വൽ ഹൈസ്, ഓൾഡ് ഹൈ, പ്രീവിയസ് ഡേ ഹൈ, വീക്ക് ഹൈ, മന്ത് ഹൈ, അങ്ങനെ എല്ലാ ഹൈൻ്റെ മുകളിലും എന്തുണ്ടാകും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാകും. അടുത്ത എന്താണ്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. സെൽ സൈഡ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പറഞ്ഞാൽ ലാർജ് സെൽ ഓർഡേഴ്സ് ഉള്ള ഏരിയ. ലാർജ് സെൽ ഓർഡേഴ്സ് ഉള്ള ഏരിയ എന്തായിരിക്കും? ഒരു ലോ. കാരണം ഈ ഒരു ലോ ഇവിടെ നിന്ന് ബൈ ചെയ്ത ഒരാളുടെ SL എന്തായിരിക്കും? സെല്ലായിരിക്കും. ഓക്കെ, ആ സെല്ല് കൂടുതൽ എവിടെയായിരിക്കും വെക്കുക? സ്വിങ് ലോൻ്റെ താഴെ, അതുപോലെ ഈക്വൽ ലോൻ്റെ താഴെ, അതുപോലെ തന്നെ അടുത്തെന്തായിരിക്കും? വേറെ ഒരു സപ്പോർട്ടിൻ്റെ താഴെ. ഓക്കെ, വീക്ക്ലി ലോൻ്റെ താഴെ, മന്ത്ലി ലോൻ്റെ താഴെ, ഡെയിലി ലോൻ്റെ താഴെ, 50 മിനിറ്റ് ക്യാൻഡലിൻ്റെ താഴെ, ഒരു ക്യാൻഡലിൻ്റെ താഴെ. അതുകൊണ്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എപ്പോഴും താഴെയും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എപ്പോഴും മുകളിലും ആയിരിക്കും. ഓക്കെ, അപ്പം SSLും BSLൻ്റെയും ഒരു ലോജിക്ക് ജസ്റ്റ് മനസ്സിലാക്കിയല്ലോ. ഇനി ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും എങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ, അഥവാ നമ്മളുടെ ലിക്വിഡിറ്റി ആയി പോകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഏരിയനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലെവൽ ഇവിടെ കാണുകയാണ്. കുറച്ചും കൂടി നീറ്റായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു ലെവലിൽ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് എന്ത് നമ്മൾ മനസ്സിലാക്കണം? ഈ ഒരു ഹൈൻ്റെ മുകളിൽ എന്തുണ്ട്? നിങ്ങൾ പറയും എന്തുണ്ട്? സെല്ല് ചെയ്ത ആളുകളുടെ SL ആയിട്ട് BSL ഉണ്ട്. എന്താണ് ഇതാ? ഈ BSL ഉണ്ട്. ഇനി ഈ BSL എടുക്കാൻ വേണ്ടി മാർക്കറ്റ് മുകളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സെല്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ നമ്മളെപ്പോലെ ഒരു ക്വാണ്ടിറ്റി, 2 ക്വാണ്ടിറ്റി, 100 ക്വാണ്ടിറ്റി ഒന്നുമല്ല, 1 ലാക്ക് ക്വാണ്ടിറ്റി, 10 ലാക്ക് ക്വാണ്ടിറ്റി, 1 CR ക്വാണ്ടിറ്റി ഒക്കെ ആയിരിക്കും അവർക്ക് സെല്ലിങ് വേണ്ടത്. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മൾ 1 ലാക്ക് തന്നെ നോക്കാം. ഓക്കെ, 1 ലാക്ക് സെല്ലാണ് അവർക്ക് വേണ്ടത്. സെല്ലാണ് അവർക്ക് വേണ്ടെങ്കിൽ 1 ലാക്ക് ബൈ വേണം അവിടെ. ഓക്കെ, 1 ലാക്ക് സെല്ല് ചെയ്യണമെങ്കിൽ 1 ലാക്ക് ബൈ വേണം. കാരണം നമുക്ക് ഒരു 10 ലക്ഷം, 10, നമ്മൾ വലിയ കണക്കിലേക്ക് പോകണ്ട, നമുക്കൊരു 10 കാറ് വേണമെങ്കിൽ, ഒരു 10 കാറ് നമുക്ക് വിൽക്കണമെങ്കിൽ 10 കാറ് വാങ്ങാൻ ആൾ വേണ്ടേ? അല്ലെങ്കിൽ 10 കാറ് നമുക്ക് വിൽക്കണമെങ്കിൽ 10 കാറ് വാങ്ങാൻ ആൾ വേണ്ടേ? സെയിം ലോജിക്ക് ആലോചിച്ചാൽ മതി. അപ്പം 1 ലാക്ക് ഷെയർസ് സെല്ല് ചെയ്യണമെങ്കിൽ 1 ലാക്ക് ബൈ ഓർഡേഴ്സ് വേണം അവിടെ. ഓക്കെ, അപ്പോൾ ബൈ ഓർഡേഴ്സ് എവിടെയാണ്? ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ്. ഇതിൻ്റെ മുകളിലെത്തിയാൽ ഞാൻ വാങ്ങിക്കോളാം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് ബ്രോക്കർ. അപ്പോൾ എന്ത് ചെയ്യും? ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈസ് മെല്ലെ മുകളിലേക്ക് കയറ്റും. നമ്മൾ സെല്ല് ചെയ്ത നമ്മളുടെ SL ആയിട്ടുള്ള ബൈ എവിടെയാണുള്ളത്? മുകളിൽ. അവിടെ പോയിട്ട് അത് മുഴുവൻ കളക്ട് ചെയ്യും. അപ്പോൾ എന്തായി? അവർക്ക് 1 ലാക്ക് ബൈ ഓർഡേഴ്സ് കിട്ടി. അതിനുശേഷം അവർ എന്ത് ചെയ്യും? ഒറ്റ താത്തലങ്ങ് താത്തും. ഓക്കെ, എന്നിട്ട് അങ്ങ് പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞിരിക്കുന്നു അയ്യോ എൻ്റെ SL അടിച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് പോയി. ഓക്കെ, അപ്പം ഇതാണ് ബൈ സ്റ്റോപ്പ് ഏരിയ. ഓക്കെ, ഇനി സെൽ സ്റ്റോപ്പ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഒരു ലെവലിൽ നോക്കുമ്പോൾ ഒരു സപ്പോർട്ട്. ഓക്കെ, ഇവിടെ നിന്ന് ബൈ ചെയ്ത ആൾ, ഇവിടുന്ന് ബൈ ചെയ്ത ആൾ, ഇവിടുന്ന് ബൈ ചെയ്തത്, ഇവിടുന്ന് ബൈ ചെയ്തവൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? സെൽ സ്റ്റോപ്പ്. ഇവിടെ നിന്നൊക്കെ ബൈ ആണേ ചെയ്തത്, ബൈ ചെയ്ത ആളുടെ ഒക്കെ SL എന്തായിരിക്കും? സെല്ലായിരിക്കും. അതുകൊണ്ട് സെൽ സ്റ്റോപ്പ് ഏരിയ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റൻറ്റ് എന്തായിരിക്കും? ബൈ ചെയ്യണം. എനിക്കൊരു 1 ലാക്ക് ബൈ ചെയ്യണം.
1 lakh ഷെയർ ബൈ ചെയ്യണം. അപ്പോൾ 1 lakh ബൈ ഷെയർ അല്ല സോറി 1 lakh ബൈ ചെയ്യണമെങ്കിൽ 1 lakh ഷെയർസ് ബൈ ചെയ്യണമെങ്കിൽ 1 lakh സെല്ല് ചെയ്യാൻ അവിടെ ആൾ വേണം. അപ്പോൾ ഇവിടെ കിട്ടും, സെല്ലേഴ്സിന് ഇവിടെ കിട്ടും. പെൻഡിങ് സെൽ ഓർഡേഴ്സ് എവിടെയാണ് ഉണ്ടാവുക? ഈ ലോന്ന് ബൈ ചെയ്തോളാം അല്ലെങ്കിൽ ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ലോയിലുണ്ടാവും, SSL ഉണ്ടാകും ഇവിടെ. ഓക്കെ, ആ SSLലേക്ക് മാർക്കറ്റ് നേരെ ഈ ഒരു ഏരിയയിലേക്ക് എടുത്തിട്ട് ഈ SSL, കാരണം എന്താണ്, അവർക്ക് ബൈ ചെയ്യാൻ 1 lakh സെൽ ഓർഡേഴ്സ് കിട്ടി. ഇനി എന്താ വേണ്ടത്? 1 lakh ബൈ ഓർഡർ ഇനിഷ്യേറ്റ് ചെയ്യുക. ബും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ഹണ്ട്, ലിക്വിഡിറ്റി സ്വീപ്പ്, ലിക്വിഡിറ്റി ഗ്രാബ്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട്, ട്രാപ്പായി പോവുക എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഓക്കെ ഓക്കെ ഇനി നമ്മൾ എങ്ങനെയാണ് ലിക്വിഡിറ്റീനെ ICT ചെയ്യുന്നത്? അതുകൊണ്ട് അതിന് മുമ്പേ നമ്മൾ AMD, അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, PO3 എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ? എന്താണ് ഇതിൻ്റെത്? അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അക്യുമുലേറ്റ് ചെയ്തു മാർക്കറ്റിനെ. അപ്പോൾ എന്താണ് ഇവിടെ എന്ത് വന്നു? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഇവിടെ എന്തായി? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും വന്നു. മാർക്കറ്റിന് മുകളിലേക്കാണ് പോകേണ്ടതെങ്കിൽ മാർക്കറ്റ് ആദ്യം എന്ത് ചെയ്യും? സെൽ സ്റ്റോപ്പ് എടുത്തിട്ട് ബൈ സ്റ്റോപ്പിലേക്ക് പോകും. ഓക്കെ, സെൽ സ്റ്റോപ്പ് എടുത്തിട്ട് ബൈ സ്റ്റോപ്പിലേക്ക് പോയിട്ട് റീടെസ്റ്റ് തന്നിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്കാണെങ്കിൽ എന്താണ്? അക്യുമുലേഷനും മാനിപ്പുലേഷൻ തന്നെ. ആദ്യം അക്യുമുലേഷൻ ചെയ്യും, ഇവിടെ എന്താണ്? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി വന്ന് ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി വന്ന് മാർക്കറ്റ് എന്ത് ചെയ്യും? ബൈ സ്റ്റോപ്പ് എടുക്കും. അതിനെയാണ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അറ്റ് എ ടൈം മാർക്കറ്റ് താഴേക്ക് വരും, അതിനുശേഷം എന്ത് ചെയ്യും? തിരിച്ച് മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് നൽകിയിട്ട് താഴേക്ക് പോകും. ഈ റീടെസ്റ്റ് ചിലപ്പോൾ ഓർഡർ ബ്ലോക്ക് ആവാം, ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, അതൊക്കെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്, അതൊക്കെ നമുക്ക് പറയും. ഓക്കെ, അപ്പോൾ എന്തുവാ നമ്മൾ ഇത്രയും നേരം BSL എന്താണെന്നും SSL എന്താണെന്നും നമ്മൾ പഠിച്ചു. എക്സ്റ്റേണൽ, ഇത് രണ്ടും എന്താണ്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ആണ് BSLഉം SSLഉം. ഇനി BSLനെയും SSLനെയും കുറിച്ച് ഒരു ഡൗട്ടും ഉണ്ടാവരുത്, കാരണം കുറച്ചൊരു ബോധമുള്ള ഒരാൾക്ക് ഇപ്പോൾ ഇത്രയും പറഞ്ഞ രീതിക്ക് തന്നെ ഏകദേശം കത്തിയിട്ടുണ്ടാവും കാര്യങ്ങൾ. അപ്പോൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്താണെന്നും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്താണെന്നും കറക്റ്റായിട്ട് പറഞ്ഞു. എവിടേക്കാണ് ബൈ സ്റ്റോപ്പ് ഉണ്ടാവുക, എവിടേക്കാണ് സെൽ സ്റ്റോപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഈ ബൈ സ്റ്റോപ്പിനെ മാർക്കറ്റ് എങ്ങനെയാണ് ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യുന്നത്, സെൽ സ്റ്റോപ്പിനെ എങ്ങനെയാണ് ഹണ്ട് ചെയ്യുന്നത്, ലിക്വിഡിറ്റി സ്വീപ്പ്, ലിക്വിഡിറ്റി ഗ്രാബ്, ലിക്വിഡിറ്റി പൂള്, ലിക്വിഡിറ്റി റൺ, ഇതൊക്കെ പറഞ്ഞ്. അപ്പം എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി കഴിഞ്ഞു, ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? ഇനി പറയാനുള്ളത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. എന്താണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി? ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഓർഡർ ബ്ലോക്ക് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ബ്രേക്കർ ബ്ലോക്ക്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 3 PDRAs എന്ന് തന്നെ പറയത്. ഓക്കെ, പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ടിൻ്റെ ഉള്ളിലുള്ള അറേസ് ആണ് PDRAs. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് 3 നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 കാൻഡിലിൻ്റെ ഒരു ഫോർമേഷൻ ആണ്. ആ ഒരു ഗ്യാപ്പിനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് സെൽ ക്യാൻഡിൽ ആഫ്റ്റർ ബൈ ആണ് ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്. അപ്പോൾ ഞാൻ മെയിനായിട്ട് എന്താ പറയാത്തതെന്ന് വെച്ചാൽ ഇതിനൊക്കെ കുറിച്ചിട്ട് ഒരു അരമണിക്കൂറിൻ്റെ മുകളിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണുക. ഇനിയിപ്പോൾ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താണെന്നൊന്നും ഇനി പറയാനിപ്പോൾ സമയമില്ല. ഒന്നാമത് തന്നെ വീഡിയോ ഇത്രയും ഇതാണ്. അപ്പം ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താണെന്നും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താണെന്നും ഒരു ബേസിക് ധാരണ കിട്ടും. ഓക്കെ ഓക്കെ അടുത്ത് നോക്കുകയാണെങ്കിൽ പാർട്ട് 2 ഈസ് കമ്മിങ് ഓൺ ദ വേ ആണ്. അപ്പം എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എന്താണെന്ന് പറഞ്ഞു. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്തു വെച്ചിട്ടുണ്ട്, ദയവ് ചെയ്ത് അത് പോയി കാണുക. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമുക്ക് എന്തായാലും വരുന്നു. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ലൈവ് ചാർട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഒന്ന് കാണാം. അതിനുശേഷം ഈ വീഡിയോ ക്ലോസ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം എൻ്റെ കയ്യിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ് ഉള്ളത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഒക്കെ ഉള്ളത് നോക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സെൽ എൻട്രി താഴേക്ക് വന്നിട്ടല്ലോ. അപ്പോൾ ഇവിടെ വെച്ച് സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇതിൻ്റെ മുകളിലായിരിക്കും ബൈ. ഓക്കെ, ഇവിടെ വെച്ച് സെല്ല് വന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ, ചിലപ്പോൾ ഈ ഒരു ലെവലിലായിരിക്കും ബൈ ഓർഡർ. അപ്പോൾ ഈ ഒരു ഏരിയ എന്തായിരിക്കും?
എന്തായിരിക്കും? ഒരു ബൈ സ്റ്റോപ്പ് ഏരിയ ആയിരിക്കും അത്. ഓക്കെ, ഒരു ബൈ സ്റ്റോപ്പ് ഏരിയ ആയിരിക്കും അത്. ഇപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഏരിയ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക, മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബൈയിങ് വന്ന് ഇവിടെ സെൽ സ്റ്റോപ്പ് ഏരിയ, ഇവിടെ ബൈ വന്ന് അതിൻ്റെ ലിക്വിഡിറ്റി താഴെ ഉണ്ടാവും. എന്താണ്, SSL ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു ഏരിയ, ഈ ഒരു താഴെ ഒരു ലോ എന്തായിരിക്കും, സെൽ സ്റ്റോപ്പ് ഏരിയ ആയിരിക്കും. തിരിച്ച് മാർക്കറ്റ് കണ്ട SSLിലേക്ക് വന്നോ, ഇവിടെ നിന്ന് ബൈ ചെയ്ത SSLും കൂടി ടേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോയി. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പല എക്സാമ്പിൾസും നമുക്ക് നോക്കിയാൽ കാണാം. ഓക്കെ, ട്രെൻഡിങ് മാർക്കറ്റിൽ കൂടുതലില്ലെങ്കിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ദാ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്തായി, ദാ ഓക്കെ, ഇവിടെ നിന്ന് നല്ല ഫോള് താഴേക്ക് വന്നു. ഓക്കെ, നല്ല ഫോള് താഴേക്ക് വന്ന് ഈ ഒരു ലെവലിൽ ഫുൾ താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെ സെല്ലോഡേഴ്സ് ഈ ഒരു ഏരിയയിൽ സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ SL എന്തായിരിക്കും, ഇതിൻ്റെ മുകളിലായിരിക്കും. ഇവിടെ എന്തായിരിക്കും, സെല്ല് ചെയ്തതിൻ്റെ SL പറഞ്ഞാൽ ബൈ സ്റ്റോപ്പ് ഏരിയ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തിരിച്ച് മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു പുഷ് വന്നിട്ടുണ്ടല്ലേ, ഇവിടുത്തെ SL എന്തായിരിക്കും, ഇവിടെ ബൈ സ്റ്റോപ്പ് ഏരിയ ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടുന്ന് താഴേക്ക് ഒരു SL ഒരു പുഷ് താഴേക്ക് വന്ന്, അപ്പോൾ എന്താ, സെല്ലിങ് വന്നു. അപ്പോൾ അതിൻ്റെ ബൈ ഓർഡർ എന്തായിരിക്കും, ബൈ സ്റ്റോപ്പ് ഏരിയ ആയിരിക്കും. ഇൻ കേസ് ഓക്കെ, ഇൻ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്ന് എന്താണ്, ഈ ലോൻ്റെ താഴെ എന്തുണ്ട്, സെൽ സ്റ്റോപ്പ് ഏരിയ ഉണ്ട്. കാരണം ഇവിടുന്ന് ബൈ ചെയ്തില്ല ആളുകളുടെയൊക്കെ SL എവിടെയായിരിക്കും, ഇതിന് താഴെയായിരിക്കും. ആ സെല്ല് ടാപ്പ് ചെയ്തു. അപ്പോൾ SSL ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് എന്തായിരിക്കും, BSL ടാപ്പ് ചെയ്യാൻ മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, ടാപ്പ് ചെയ്തു. ഓക്കെ, ഇൻ കേസ് ഇനി നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ലിക്വിഡിറ്റി പൂള് കാണുന്നുണ്ടല്ലേ. ജസ്റ്റ് ഇതാ ഇവിടെ നോക്കുക, ലിക്വിഡിറ്റി പൂള് കാണുന്നുണ്ട്. ലിക്വിഡിറ്റി പൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുന്ന് ബൈ ചെയ്തു, ഇവിടുന്ന് ബൈ ചെയ്തു, ഇവിടുന്ന് ബൈ ചെയ്തു. ഇവരൊക്കെ SL എവിടെയായിരിക്കും, ഇതിൻ്റെ താഴെയായിരിക്കും. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കുക, അടുത്ത ദിവസം എന്താ ഇത്, ഈ ഒരു താഴെ നേരെ നോക്കുന്ന സമയത്ത് നോക്കും നിങ്ങൾ, കണ്ടോ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തത്, ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത്. ഇൻ കേസ് മാർക്കറ്റിൻ്റെ ഇൻറ്റൻറ്റ് എന്താണ്, മാർക്കറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷന് മുകളിൽ പോകണമെങ്കിൽ, ഇവിടുന്ന് ബൈ ചെയ്യണമെങ്കിൽ സെല്ല് എവിടെയുള്ളത്, SSL ഇവിടെ ഉണ്ട്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഏതൊരു ലെവൽ നോക്കുകയാണെങ്കിലും ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബൈ ചെയ്തു, ഇവിടുന്ന് ബൈ ചെയ്തു, ഇവിടുന്ന് ബൈ ചെയ്തു, ഇവിടുന്ന് ബൈ ചെയ്തു. ഇവരൊക്കെ സെല്ലോഡേഴ്സ് എവിടെയായിരിക്കും ഉണ്ടാവുക, SSL ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും പ്രൈസ് കണ്ടോ, ആ ഏരിയനെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് മുകളിൽ പോയി. അപ്പോൾ ഇനി സ്വീപ്പ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഓർഡേഴ്സ് ഉണ്ടോ, അപ്പോൾ നമ്മളുടെ ICTൻ്റെ എപ്പോഴും എന്തായിരിക്കും, SSL കൂടി ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് ഒന്നുകൂടി പറയാണ്, ഞാനൊരു പിക്ചർ റെപ്രസെൻറ്റേഷനും ചെയ്തുതരാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണ് എങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുകളിൽ എന്തായിരിക്കും ഉണ്ടാവുക, സെല്ല് ചെയ്ത ആളുകളുടെ ചെയ്ത ആളുകളുടെ SL പറഞ്ഞാൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും, അതുപോലെ താഴെ നോക്കുകയാണെങ്കിൽ എന്താണ്, താഴേന്ന് ബൈ ചെയ്ത ആളുകളുടെ SL എന്തായിരിക്കും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. ഇൻ കേസ് മാർക്കറ്റിന് ഇൻറ്റൻറ്റ്, മാർക്കറ്റ് ഇത് താഴേന്നാണ് ഈ ഒരു ഫോർമേഷൻ കാണിക്കുന്നതെങ്കിൽ മാർക്കറ്റിന് മുകളിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ബൈ ചെയ്യണമെങ്കിൽ സെൽ സ്റ്റോപ്പ് എടുത്തിട്ട് ബൈ സ്റ്റോപ്പിലേക്ക് പോകും. ഓക്കെ, ബൈ സ്റ്റോപ്പ് പോകും. അപ്പോൾ എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലെ സെൽ സ്റ്റോപ്പ് എല്ലാ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഈ SSL ഇവിടെ ചെയ്ത് ഇവിടുന്ന് ബൈ ചെയ്തതും ഇവിടുന്ന് ബൈ ചെയ്തതും ഇവിടുന്ന് ബൈ ചെയ്തതും ഇവിടുന്ന് ബൈ ചെയ്തൊക്കെ സെൽ ഓർഡർ മാർക്കറ്റ് കളക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ എന്താണ്, ഓർഡർ ഇല്ല എന്നല്ല, ഏകദേശം എടുത്തു കഴിഞ്ഞു. ഓക്കെ, അതിന് ശേഷം എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതുപോലെ നമുക്ക് എന്ത് വന്നു, ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നു. അതിനുശേഷം നമ്മൾ ഈ ഏരിയയിൽ എവിടുന്നെങ്കിലും ഒരു PDRA ചെയ്തു. ഏതാണ്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. നമ്മൾ എന്ത് ചെയ്തു, ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50%ലോ ഓർഡർ ബ്ലോക്കിലോ എൻട്രി കൊടുത്തു. SL എവിടെയാണ് കൊടുക്കുന്നത്, നമ്മൾ SL കൊടുക്കുന്നത് എപ്പോഴും എവിടെയായിരിക്കും, നമ്മൾ SL കൊടുക്കുന്നത് ഈ മാനിപ്പുലേഷൻ കഴിഞ്ഞ ഏരിയ എന്ന് വെച്ചാൽ
മാർക്കറ്റിൽ നോർമൽ പീപ്പിളിൻ്റെ എസ് എൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെയായിരിക്കും എസ് എൽ വെക്കുക. പിന്നീട് പ്രൈസ് എങ്ങനെ വരും? പ്രൈസ് താഴേക്ക് വന്നിട്ട് ടാപ്പ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോകും. ഇവിടേക്ക് വരുമോ? കാരണം അവരിവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് എൻട്രി കൊടുത്തിട്ടുണ്ട്. അവരുടെ എസ് എൽ ഇതിന് താഴെ ഉണ്ട്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യില്ല അവർ. അപ്പോൾ അവർ എസ് എൽ വെച്ച ഏരിയയും നമ്മൾ എസ് എൽ വെച്ച ഏരിയയും ഒന്നാണ്. അതുകൊണ്ട് മാർക്കറ്റിന് വീണ്ടും മുകളിലേക്ക് പോയേ തീരൂ. ഓക്കെ, ഇൻ കേസ് കറക്റ്റാണ് തിരിച്ച് നോക്കുമ്പോഴും എന്താണ് ഇവിടെ എന്തായിരിക്കും? ഇവിടെ ബൈ സ്റ്റോപ്പ് ഏരിയാസ് ആയിരിക്കും, ഇവിടെ സെൽ സ്റ്റോപ്പ് ഏരിയാസ് ആയിരിക്കും. മാർക്കറ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ എന്തു ചെയ്യും? ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ സ്വീപ്പ് ചെയ്ത് താഴേക്ക് വരും. അതിനുശേഷം എന്താണ്? നമ്മൾക്ക് ഇവിടെ ഒരു പ്രീമിയം ലെവലിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ബൈ സ്റ്റോപ്പ് എവിടെയായിരിക്കും? ഇതിൻ്റെ മുകളിൽ. മാനിപ്പുലേഷൻ നടന്നത് അല്ലെങ്കിൽ സ്വീപ്പ് നടന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളുടെ എൻട്രി. സ്വീപ്പ് ചെയ്ത ക്യാൻഡലിൻ്റെ താഴെയായിരിക്കും നമ്മളുടെ എസ് എൽ. അപ്പം നമ്മളുടെ എസ് എൽ എവിടെയായിരിക്കും? മാനിപ്പുലേഷൻ സ്റ്റേജിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിൻ്റെ താഴെ. ഓക്കെ. അപ്പം വീഡിയോൻ്റെ ലെങ്ത്ത് വളരെയധികം കൂടുന്നുണ്ട്. 3/4 മണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം ഇപ്പം എനിക്കിത് അറിയില്ല ആവുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങളിതൊന്ന് നോക്കുക, നിങ്ങൾ മാനിപ്പുലേഷൻ കാണുക, മനസ്സിലാക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.